കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പോയാലി സക്കീർ ഹുസൈന്റെ മസാറയിലെ പെൺജീവിതങ്ങൾ പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ബെന്യാമിൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. അറേബ്യൻ മണ്ണിലെ ഫാമുകളിലും തൊഴിലിടങ്ങളിലും ദയനീയ സാഹചര്യങ്ങളിൽ കഴിയുന്ന സാധാരണക്കാരുടെയും പ്രയാസമനുഭവിക്കുന്ന സ്ത്രീകളുടെയും നോവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രമേയമാക്കി പോയാലി സക്കീർ ഹുസൈൻ രചിച്ച മസാറയിലെ പെൺജീവിതങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തൃക്കുളത്തൂർ കവിതാ ഓഡിറ്റോറിയത്തിൽ മൂവാറ്റുപുഴ നവചിന്ത കലാസാംസ്കാരിക വേദി സംഘടിപ്പിച്ച സാഹിതി സായാഹ്നത്തിൽ പ്രശസ്ത എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ബെന്യാമിൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. സ്വന്തം വീട് ഒരു പെട്ടിയായി മാറുന്ന അവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ പ്രവാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാജ്യം വിട്ട് രാജ്യത്തിലേക്ക്, അതിർത്തി വിട്ട് അതിർത്തികളിലേക്ക് കടന്നു പോകുന്ന എത്രയോ വാർത്തകൾ നമ്മളിങ്ങനെ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതിന് പല മുഖങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് അഭയാർത്ഥിത്വമാവാം, കുടിയേറ്റമാവാം, എക്സൈൽ എന്ന് പറയുന്ന പുറത്താക്കപ്പെടലാവാം, രാഷ്ട്രീയ കാരണങ്ങളാലോ ഒക്കെ പല ദേശങ്ങളിൽ നിന്ന് പലരെ പുറത്താക്കുന്നതിൻ്റെ കാരണമാവാം. പക്ഷെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർന്ന് ഒറ്റവാക്കിൽ പ്രവാസം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മലയാളികൾ പല കാലങ്ങളിൽ പല ദേശങ്ങളിലേക്ക് ഇങ്ങനെ കുടിയേറിപ്പോയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാം. പണ്ട് ബർമയിലേക്കും മലേഷ്യയിലേക്കും ശ്രീലങ്കയിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെ പോയ ഇടത്തു നിന്ന് ഏറ്റവും പുതിയ കാലത്ത് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ മലയാളികൾ എത്തപ്പെട്ടതിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. സാംസ്കാരിക രാഷ്ട്രീയ നിരീക്ഷകനും പ്രഭാഷകനുമായ രാഹുൽ ഈശ്വർ ചടങ്ങിൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ആഴമേറിയ ജീവിതഗന്ധിയായ ആശയങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഒപ്പിയെടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കഥ എഴുതുന്നവർക്ക്, പ്രത്യേകിച്ച് ആശയപരമായ കാര്യങ്ങളിൽ വളരെ മുകളിൽ നിൽക്കുന്ന ദർശനത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കഥാരൂപങ്ങളിലൂടെ ജീവിത സാഹചര്യങ്ങൾ പങ്കുവെക്കുന്നത്. അനുഭവങ്ങളിലൂടെ കൃത്യമായി അത്തരം ദർശനങ്ങൾ, അത്തരം വിഷമങ്ങൾ, വേദനകൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു ദുഃഖം തളം കെട്ടിയ അല്ലെങ്കിൽ ദുഃഖം മനസ്സിൽ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. സമാനമായ എല്ലാ കഥകളും അല്ലെങ്കിൽ എല്ലാ അനുഭവ സാക്ഷ്യങ്ങളും ഇത് വായിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഉറപ്പാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന വലിയൊരു ശതമാനം കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടതോ അനുഭവിച്ചതോ അടുത്ത സുഹൃത്തുക്കളിൽ നിറഞ്ഞതോ ഒക്കെയാണ്. മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരനും പ്രസാധകനുമായ സുരേഷ് കീഴില്ലം ചടങ്ങിന് സ്വാഗതവും നവചിന്ത കലാസാംസ്കാരിക വേദി ചെയർമാൻ സിജു വളവിൽ നന്ദിയും പറഞ്ഞു. വിദേശഭൂമിയിലെ ഏകാന്തതയും വേദനകളും പ്രതീക്ഷകളും ഒപ്പം മാനസിക സംഘർഷങ്ങളും വളരെ ഹൃദയസ്പർശിയായും യാഥാർത്ഥ്യബോധത്തോടെയും ചിത്രീകരിക്കുന്നതാണ് പോയാലി സക്കീർ ഹുസൈന്റെ രചനാശൈലി. മസാറയിലെ പെൺജീവിതങ്ങൾക്കു പുറമെ പോയാലി മലയുടെ നിലവുകൾ, മണൽ ചിത്രങ്ങൾ തുടങ്ങിയ ശ്രദ്ധേയമായ കൃതികളും അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.